കേരള ചരിത്രത്തിൽ കനൽ ചിതറുന്ന പോരാട്ട വീര്യത്തിന്റെ ഉജ്ജ്വല പ്രതീകമാണ് വൈക്കം പത്മനാഭപിള്ള. ബ്രിട്ടീഷുകാർക്കെതിരെയും ടിപ്പുവിനെതിരെയും വൈക്കം പത്മനാഭപിള്ള നടത്തിയ പോരാട്ടങ്ങൾ ശക്തമായ പ്രചോദനമായിരുന്നു. ടിപ്പുവിനെ വിരട്ടിയതിനൊപ്പം ബ്രിട്ടീഷ് പട്ടാളത്തിന് കനത്ത നാശമുണ്ടാക്കാനും കഴിഞ്ഞ പത്മനാഭപിള്ളയുടെ സാമർഥ്യം ചരിത്രരേഖകളിൽ വളരെ കുറച്ചു മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. നമസ്കരിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികളുടെ കൂട്ടത്തിലാണ് വൈക്കം പത്മനാഭപിള്ളയും. 1767 വടക്കുംകൂർ ദേശത്താണ് പത്മനാഭപിള്ളയുടെ ജനനം. ഇന്നത്തെ വൈക്കം, ഏറ്റുമാനൂർ, മീനച്ചിൽ പ്രദേശങ്ങൾ ചേർന്നതാണ് വടക്കുംകൂർ ദേശം. വൈക്കം കണ്ണെഴുത്ത് ചെമ്പകരാമൻപിള്ളയും ഭഗവതി അമ്മയുമാണ് മാതാപിതാക്കൾ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കരസേനാ മേധാവിയായിരുന്നു വൈക്കം പത്മനാഭപിള്ള. വൈക്കത്ത് നന്ദ്യാട്ട് കളരിയിലാണ് പത്മനാഭൻ എന്ന ബാലൻ ആയോധന കലകളും വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയത്. അസാധാരണ കായിക ശേഷിയും ആയുധ പാടവവും അദ്ദേഹം കൗമാരകാലത്ത് തന്നെ പ്രകടമാക്കിയിരുന്നു. തുടർന്ന് തെക്കൻ വടക്കൻ കളരിമുറകളിൽ അഗ്രഗണ്യനായി. 22-ാം വയസ്സിൽ തന്നെ തിരുവിതാംകൂർ സൈന്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അതുല്യമായ കഴിവും പ്രാഗൽഭ്യവും ശ്രദ്ധയിൽപ്പെട്ട അധികാരികൾ സ്ഥാനക്കയറ്റങ്ങൾ നൽകി. ഒടുവിൽ പത്മനാഭന്റെ പ്രാഗൽഭ്യം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും കരസേനാ മേധാവിയായി നിയമിക്കുകയും ചെയ്തു. ഈ കാലത്താണ് മൈസൂരിൽ നിന്ന് വൻ പടയുമായി ടിപ്പുവിന്റെ വരവ്. പല നാട്ടുരാജ്യങ്ങളും കീഴ്പ്പെടുത്തി കൊള്ളയും കൊലയും കൊള്ളിവെപ്പും ബലാത്സംഗങ്ങളും നടത്തിയാണ് ടിപ്പു മുന്നേറിക്കൊണ്ടിരുന്നത്. ടിപ്പുവിന്റെ വൻ പടയുടെ കാൽഭാഗം മാത്രമേ തിരുവിതാംകൂർ പട്ടാളം വരികയുള്ളൂ. രാജാവ് പരിഭ്രാന്തനായി. ദിവാൻമാരും കാര്യക്കാരും അയൽ രാജ്യമായ കൊച്ചിയുമായും ബ്രിട്ടീഷ് റെസിഡന്റുമായും എല്ലാം കൂടിയാലോചിച്ചു. ബ്രിട്ടീഷുകാരെ മദ്രാസിൽ പരാജയപ്പെടുത്തിയാണ് ടിപ്പുവിന്റെ വരവ്. തിരുവിതാംകൂറിന്റെ ധീരനായ കരസേനാ മേധാവി വൈക്കം പത്മനാഭപിള്ള രാജാവിന് മുന്നിൽ ഹാജരായി. ഏതു വിധേനയും ടിപ്പുവിനെ തടഞ്ഞു നിർത്താനും രാജ്യത്തെ രക്ഷിക്കുവാനും രാജാവ് പത്മനാഭപിള്ളയ്ക്ക് ഉത്തരവ് നൽകി. വിരൽ മുറിച്ച് നെറ്റിയിൽ തിലകം ചാർത്തിയ വീരപത്മനാഭൻ അനന്ത പത്മനാഭനെ സാക്ഷിയാക്കി രാജ്യത്തെയും രാജാവിനെയും കാത്തുരക്ഷിക്കുമെന്ന് 8 ദിക്കും നടുങ്ങുമാറ് ഉഗ്രശപഥം ചെയ്തു. വീരനും ധീരനും മാത്രമല്ലായിരുന്നു വൈക്കം പത്മനാഭപിള്ള, കുശാഗ്ര ബുദ്ധിയായ യുദ്ധതന്ത്രജ്ഞനുമായിരുന്നു. ടിപ്പുവിന്റെ പട്ടാളം നഗരത്തിന് ഏറെ അകലെയാണ്. ശ്രീപത്മനാഭനെ വണങ്ങി ഉടവാൾ പൂജിച്ച് പടച്ചട്ടയും തലപ്പാവും ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് പത്മനാഭപിള്ള പുറപ്പെട്ടു. പിന്നാലെ ആർത്തിരമ്പി യുദ്ധവെറി പൂണ്ട് അലറി വിളിക്കുന്ന തിരുവിതാംകൂർ പട്ടാളവും. മുന്നോട്ടുള്ള യാത്രയിൽ മാത്രം ശ്രദ്ധിച്ച് അലസമായി മുന്നേറിയിരുന്ന ടിപ്പുവിന്റെ വൻപടയെ അങ്ങോട്ട് ചെന്ന് ശത്രുവിനൊന്ന് ഒരുങ്ങാനോ ആയുധമെടുക്കാനോ കഴിയുന്നതിന് മുൻപ് അപ്രതീക്ഷിതമായി പത്മനാഭപിള്ള കടന്നാക്രമിച്ചു. ഒട്ടും നിലച്ചിരിക്കാതെയുള്ള ആക്രമണത്തിൽ മൈസൂർ പട ചിതറിപ്പോയി. പിന്നിലെ കുതിരവണ്ടികളിൽ സൂക്ഷിച്ചിരുന്ന വെടിമരുന്നുകൾക്ക് തീ കൊളുത്താനും പീരങ്കികൾ നശിപ്പിക്കുവാനും പത്മനാഭപിള്ള ഉത്തരവിട്ടു. ആദ്യത്തെ പതർച്ചയ്ക്ക് ശേഷം സമനില വീണ്ടെടുത്ത മൈസൂർ പട പ്രത്യാക്രമണം തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും എണ്ണത്തിൽ കുറവായ തിരുവിതാംകൂർ പട്ടാളം ടിപ്പുവിന്റെ സൈന്യത്തിൽ നല്ലൊരു പങ്കിനെയും വെട്ടിവീഴ്ത്തി കഴിഞ്ഞിരുന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. കുതിരപ്പുറത്തിരുന്ന പത്മനാഭപിള്ളയ്ക്ക് നേരെ പലവട്ടം ടിപ്പു കുന്തം ചുഴറ്റിയെറിഞ്ഞു. അസാമാന്യ അഭ്യാസിയായ പത്മനാഭപിള്ള അവയെല്ലാം ഒഴിഞ്ഞുകളഞ്ഞു. ഒടുവിൽ ഒരു തക്കത്തിന് ഉയർന്നു ചാടിയ കുതിരപ്പുറത്തിരുന്ന വീരപത്മനാഭൻ ടിപ്പുവിനെ ആഞ്ഞുവെട്ടി. പത്മനാഭപിള്ളയുടെ ഉടവാൾ പതിച്ചത് ടിപ്പുവിന്റെ തുടയിലാണ്. വെട്ടേറ്റ് കാലറ്റു തൂങ്ങിയ ടിപ്പു ആനപ്പുറത്ത് നിന്ന് താഴെ വീണു. വർദ്ധിച്ച കോപത്തോടെ ടിപ്പുവിന്റെ തലയറുക്കുവാൻ വൈക്കം പത്മനാഭപിള്ള വാളുമായി കുതിരപ്പുറത്ത് നിന്ന് ചാടി വീണു. ഈ സമയം ജീവൻ കളഞ്ഞും ടിപ്പുവിനെ രക്ഷിക്കാൻ നിയുക്തരായ 4 അംഗരക്ഷകർ ചാടി വീണ് പത്മനാഭപിള്ളയെ നേരിട്ടു. തിരികെ കുതിരപ്പുറത്ത് ചാടിക്കയറിയ പത്മനാഭപിള്ള അനായാസം അവരെ 4 പേരെയും വെട്ടിവീഴ്ത്തി. ഇത്രയും സമയം കൊണ്ട് തുടയിൽ നിന്ന് കാലറ്റ് തുടങ്ങിയ ടിപ്പുവിനെ കൂടെയുള്ളവർ കുതിരവണ്ടിയിൽ എടുത്ത് കയറ്റി പിന്തിരിഞ്ഞോടി. ടിപ്പു വെട്ടേറ്റ് വീണതോടെ മൈസൂർ പടയുടെ അവസാന ചെറുത്തുനിൽപ്പും അവസാനിച്ചു. പ്രാണരക്ഷാർത്ഥം മൈസൂർ പട വന്ന വഴിയെ തിരിച്ചോടി. ടിപ്പുവിനെയും കൊണ്ട് രക്ഷപ്പെടുന്ന കുതിരവണ്ടി പിന്തുടർന്ന് തടഞ്ഞു നിർത്താനും ടിപ്പുവിന്റെ തലയറുക്കാനും പത്മനാഭപിള്ള ഗർജിച്ചു. ഉത്തരവ് ലഭിച്ച തിരുവിതാംകൂർ പട്ടാളം തോറ്റോടിയ മൈസൂർ പടയ്ക്ക് പിന്നാലെ കുതിച്ചു പാഞ്ഞു. കയ്യിൽ കിട്ടിയവരെയൊക്കെ വെട്ടിവീഴ്ത്തിയെങ്കിലും ടിപ്പുവിന്റെ കുതിരവണ്ടി പിന്തുടർന്ന് പിടിക്കുവാൻ കഴിഞ്ഞില്ല. ടിപ്പുവിനെ വധിക്കാൻ കഴിയാത്തതിന്റെ ഇച്ഛാഭംഗത്തിൽ പത്മനാഭപിള്ള ടിപ്പുവിന്റെ കൊടിയും
ആനകളും ആയുധങ്ങളുമെല്ലാം പിടിച്ചെടുത്തു മടങ്ങി. വിജയശ്രീ ലാളിതരായി വരുന്ന പടത്തലവനെയും പടയെയും രാജാവ് നേരിട്ടിറങ്ങി വന്ന് പുഷ്പമാലയും പൊന്മാലയും രത്നഹാരവും അണിയിച്ച് സ്വീകരിച്ചു. യുദ്ധവിജയത്തിന്റെ സ്മരണയ്ക്ക് ഒരു നാഴിക മണിയും രാജാവ് സ്ഥാപിച്ചു. ടിപ്പുവിന്റെ മുഖച്ഛായയുള്ള തലയിൽ ഇരുവശത്തു നിന്നും മുട്ടനാടുകൾ ഇടിക്കുന്ന വിധത്തിലാണ് നാഴികമണി. ഈ മണി ഇന്നും അവിടെയുണ്ട്. തോറ്റോടിയ ടിപ്പുവിൽ നിന്ന് പിടിച്ചെടുത്ത പച്ചക്കൊടി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ ഘോഷയാത്രയ്ക്കിടെ ഇന്നും പ്രദർശിപ്പിക്കുന്നുണ്ട്. യുദ്ധവിജയത്തിന്റെ സ്മരണാർത്ഥമാണ് കൊടി പ്രദർശനം. തുടർന്ന് 1809 ഏപ്രിൽ 8 ഇംഗ്ലീഷ് സൈന്യം പത്മനാഭപിള്ളയെ വൈക്കം തുറുവേലിക്കുന്നിൽ വെച്ച് വളഞ്ഞു പിടിച്ച് തൂക്കിലേറ്റിയെന്നും പിടികൂടുന്നതിന് മുമ്പേ സ്വയം ധീരസ്വർഗം പ്രാപിച്ച വൈക്കം പത്മനാഭപിള്ളയുടെ മൃതശരീരം കെട്ടിത്തൂക്കി ബ്രിട്ടീഷ് പട്ടാളം ആഘോഷിച്ചുവെന്നും 2 വ്യാഖ്യാനങ്ങളുണ്ട്. തമസ്കരിക്കപ്പെട്ട സ്വാതന്ത്ര്യ പോരാളികളിൽ ഒരാളായ വൈക്കം പത്മനാഭപിള്ളയ്ക്ക് അദ്ദേഹത്തിന്റെ ജന്മദേശത്ത് തന്നെ ഉചിതമായ സ്മാരകം ഉണ്ടാകണമെന്ന സ്വദേശി ജാഗരൺ മഞ്ചിന്റെ ആഗ്രഹ പൂർത്തീകരണമായി പ്രതിമ നിർമ്മിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ധീരദേശാഭിമാനത്വം നിറഞ്ഞു നിൽക്കുന്ന വിധത്തിലാണ് ശില്പി ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. വൈക്കം പത്മനാഭപിള്ളയെ പോലെ നിരവധി പ്രമുഖ പോരാളികൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പരാമർശിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ ധീര രക്തസാക്ഷിയുടെ ചരിത്രം ആരും അറിയാതെ പോകാതിരിക്കട്ടെ. You are watching India's first NGO television, Malanadu TV India.